രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വർക്കല ശിവഗിരിയിൽ എത്തുന്നുണ്ട്. രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്ത ശേഷം വർക്കല ശിവഗിരി മഹാസമാധിയിലെത്തും. പുഷ്പാർച്ചന നടത്തും. അതിന് പ്രാർത്ഥനയ്ക്കും ഒക്കെ ശേഷം ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ശതാബ്ദി ആചാരങ്ങളിൽ പങ്കെടുക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാഷ്ട്രപതിയുടെ പരിപാടി വർക്കലയിലാണ്. വിശദവിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് പരിപാടി? മോത്തി, ഇന്ന് 10:30-ക്കാണ് രാഷ്ട്രപതിയുടെ പരിപാടി തുടങ്ങുന്നത്. അതായത് ഇന്ന് ആദ്യ പരിപാടി രാജ്ഭവനിൽ തന്നെയാണ്. KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിയാണ്. അവിടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ്, മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ, അതോടൊപ്പം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അവരെല്ലാം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം 12:40-നാണ് രാഷ്ട്രപതി വർക്കല ബീച്ചിലെ ഹെലിപ്പാഡിൽ എത്തിച്ചേരുന്നത്. 12:50 അവിടെ നിന്നും കാറിൽ വർക്കല ശിവഗിരിയിലേക്ക് പോകും. അവിടെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 3:50-ന് പാല സെന്റ് തോമസ് കോളേജ് മൈതാനത്തേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങും. അതായത് ഒരു വൈകിട്ട് സമയത്ത് വർക്കലയിൽ നിന്ന് പോകും. അതിനുശേഷം 4:15-നാണ് ഇന്ന് ആ കോളേജിലെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് കുമരകത്തെ താജ് ഹോട്ടലിലേക്കാണ് രാഷ്ട്രപതി പോവുക. ഇന്ന് അത്രയും പരിപാടികളാണ് ഉള്ളത്. നാളെ കൊച്ചിയിലാണ് പരിപാടി. നാളെ കോട്ടയത്ത് നിന്നും കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചവരെ ഏതായാലും ഗതാഗത നിയന്ത്രണം ഉണ്ട്. കാരണം രാഷ്ട്രപതി ഇപ്പോൾ അവിടെ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗത ക്രമീകരണം പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ പോലീസിനെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെയുള്ള ഗതാഗത നിയന്ത്രണങ്ങളായിരിക്കും ഈ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും നഗരങ്ങളിൽ ഉണ്ടാവുക. ശരി, AK സ്റ്റെഫിനാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഗതാഗത ക്രമീകരണം ഉണ്ടാവും. ഇന്ന് രാജ്ഭവനിൽ പരിപാടിയുണ്ട്. അതിനുശേഷം വർക്കലയിലേക്കാണ് പോവുക. സമാധി ശതാബ്ദി ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കും. AK സ്റ്റെഫിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.